ആഴക്കടലുകൾ എപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞതാണ്. അത്തരം നിഗൂഢതകളിൽ ഒന്നാണ് അടുത്തിടെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും വലിയ ചർച്ചകളായ ഓർഫിഷ് എന്ന മീൻ. ഇതിനെ പലരും ഡൂംസ്ഡേ ഫിഷ് അഥവാ ദുരന്ത മത്സ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മത്സ്യത്തിന് ഇങ്ങനെയൊരു പേര് വന്നത്? ഈ ഭീമാകാരമായ ജീവി നമ്മുടെ തീരത്ത് വരുന്നത് എന്തെങ്കിലും ദുരന്തത്തിന്റെ മുന്നോടിയാണോ? ഇതിന് പിന്നിലെ ശാസ്ത്രവശങ്ങളും ആളുകൾക്കിടയിലുള്ള വിശ്വാസങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ആഴത്തിൽ പരിശോധിക്കാം. ഒപ്പം ഓർഫിഷുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഓർഫിഷിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണം അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളാണ്. 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള ഒരു വർഷത്തിനിടെ ലോകത്തിലെ പല ഭാഗത്തും ഈ മത്സ്യത്തിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് തീരത്ത് ഇവയെ കണ്ടെത്തിയെന്നുള്ള വാർത്ത ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. അതിനു പുറമെ ഓസ്ട്രേലിയ, മെക്സിക്കോ, കാലിഫോർണിയ എന്നീ സ്ഥലങ്ങളിലും ഓർഫിഷിനെ കടൽ തീരത്തും കടലിലും കണ്ടെത്തി. സാധാരണയായി ആഴക്കടലിൽ മാത്രം കാണുന്ന ഒരു ജീവി പെട്ടെന്ന് പല സ്ഥലങ്ങളിലായി തീരത്ത് വരുന്നത് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കി. പ്രത്യേകിച്ച് സുനാമി, ഭൂകമ്പം തുടങ്ങിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് ഓർഫിഷിനെ കാണുമെന്നുള്ള ചില ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇതിനാക്കം കൂട്ടി. ഈ കാഴ്ചകൾ യാഥാർത്ഥ്യത്തിൽ ഒരു വലിയ അപകടത്തിന്റെ മുൻപുള്ള സൂചനയാണോ അതോ യാദൃശ്ചികമാണോ? നമുക്ക് നോക്കാം. ഓർഫിഷ് എന്നത് ലോകത്തിൽ ഏറ്റവും നീളമുള്ള അസ്ഥികളുള്ള മത്സ്യമാണ്. ഇവയ്ക്ക് ഏകദേശം 56 അടി, അതായത് 17 മീറ്റർ വരെ നീളത്തിൽ വളരുവാൻ കഴിയും. നമ്മൾ സാധാരണ കാണുന്ന മിക്ക മത്സ്യങ്ങളെക്കാളും വലിയ ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ശരീരത്തിന് ഒരു റിബൺ പോലെയുള്ള ആകൃതിയാണ്. നീണ്ടതും നേർന്നതുമായ ഈ ശരീരം വെള്ളി നിറത്തിൽ തിളങ്ങുന്നു. തലയിൽ ചുവന്ന നിറമുള്ള കിരീടം പോലെ തോന്നിക്കുന്ന ഒരു ഭാഗവും ശരീരത്തിലുടനീളം ചുവപ്പ് കലർന്ന ചിറകുകളും ഇവയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഓർഫിഷുകളുടെ ഒരു പ്രത്യേകത അതിൻ്റെ അസാധാരണമായ നീന്തൽ രീതിയാണ്. മറ്റു മത്സ്യങ്ങളെപ്പോലെ നേർരേഖയിൽ നീന്തുന്നതിനു പകരം ഇവ ലംബമായി, അതായത് വെർട്ടിക്കലി നീന്തുവാൻ കഴിയും. അതായത് തല മുകളിലേക്കും വാൽ താഴേക്കുമാക്കി ജലനിരപ്പിലൂടെ ഒരു റിബൺ ഒഴുകി നടക്കുന്നത് പോലെ നീന്താൻ ഇവയ്ക്ക് സാധിക്കും. ഈ പ്രത്യേകത ഇവയെ ആഴക്കടൽ ജീവിതത്തിന് കൂടുതൽ അനുയോജ്യമാക്കുന്നു. ഈ മത്സ്യങ്ങൾ സാധാരണയായി ആഴക്കടലിലെ ജീവികളാണ്. ഏകദേശം 200 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ആഴത്തിൽ ഇവ വസിക്കുന്നത്. ഈ ആഴത്തിൽ പ്രകാശമില്ലായ്മ, അതീവ ശൈത്യം, ഉയർന്ന ജലസമ്മർദ്ദം തുടങ്ങിയ കഠിനമായ സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ ജീവിക്കാൻ ഇവയ്ക്ക് ശരീരഘടനയും സ്വഭാവവും ഇതിന് സഹായിക്കുന്നു. ഓർഫിഷുകൾ അന്തർദേശീയമായി ദേശാടനം നടത്തുന്നവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഭക്ഷണവും അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളും തേടി അവ കടലിലൂടെ സഞ്ചരിക്കും. ഇവയെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സാധാരണയായി ഓർഫിഷുകൾ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നത് രോഗബാധിതരാകുമ്പോഴോ പരിക്കേൽക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തോട് അടുത്തെത്തുമ്പോഴോ മാത്രമാണ്. വളരെ അപൂർവമായി മാത്രമാണ് ഇവ ജീവനോടെ ഉപരിതലത്തിൽ കാണാറുള്ളൂ. അതുകൊണ്ടാണ് ഇവ തീരത്ത് കാണുമ്പോൾ ആളുകൾക്ക് ആശങ്കയുണ്ടാകുന്നത്. ഓർഫിഷിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഐതിഹ്യങ്ങളിലൊന്ന് ജപ്പാൻ സംസ്കാരത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇവയെ റുഗോനോ സുഗോയ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കടൽ ദൈവങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതൻ എന്നാണ്. ഈ ഐതിഹ്യം അനുസരിച്ച് ഓർഫിഷുകൾ തീരത്ത് വരുന്നത് വലിയ ദുരന്തങ്ങളുടെയും പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളുടെയും സുനാമികളുടെയും മുന്നറിയിപ്പാണ്. ചരിത്രത്തിൽ ജപ്പാനിൽ വലിയ ഭൂകമ്പങ്ങൾക്കും സുനാമികളും ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഓർഫിഷിനെ കണ്ടതായ ചില റിപ്പോർട്ടുകളുണ്ട്. ഇത് ഈ ഐതിഹ്യത്തിന് കൂടുതൽ ശക്തി നൽകുന്നു. എന്നാൽ ഇത് കേവലം വിശ്വാസം മാത്രമാണോ അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഓർഫിഷ് ഉപരിതലത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രജ്ഞന്മാർ ചില സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയിൽ ചിലത് താഴെ പറയുന്നവയാണ്. 1. വൈദ്യുത ചാർജ് സംവേദനം. ഭൂകമ്പത്തിന് മുമ്പ് ഭൂമിക്കടിയിലെ പാറകൾ സമ്മർദ്ദം കൂടുമ്പോൾ പോസിറ്റീവ് വൈദ്യുതി ചാർജുകൾ പുറത്തുവിടുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ആഴക്കടലിൽ ജീവിക്കുന്ന ഓർഫിഷുകൾക്ക് ഇത്തരം വൈദ്യുത ചാർജുകൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ഇത് അവരെ അസ്വസ്ഥരാക്കി ഉപരിതലത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുമെന്നും ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. 2. ഇൻഫ്രാസോണിക് ശബ്ദം. ഭൂകമ്പങ്ങൾക്ക് മുൻപ് വളരെ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നും മറ്റൊരു സിദ്ധാന്തം പറയുന്നു. മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത ഈ ശബ്ദങ്ങൾ ഓർഫിഷിന് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇത് അവരുടെ ആവാസ വ്യവസ്ഥയെ അലോസരപ്പെടുത്തുമെന്നും കരുതുന്നു. 3. സമുദ്ര മലിനീകരണം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് മൂലമുണ്ടാകുന്ന സമുദ്ര മലിനീകരണവും
ഓർ ഫിഷിന് ഉപരിതലത്തിൽ വരുന്നതിന് ഒരു കാരണമായേക്കാം. കടലിലെ വിഷവസ്തുക്കളും മലിനീകരണവും ആഴക്കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കിയേക്കാം. ഉദാഹരണത്തിന് കേരള തീരത്തുണ്ടായ കപ്പൽ അപകടം പോലുള്ള സംഭവങ്ങൾ സമുദ്രജീവികളെ, പ്രത്യേകിച്ച് ആഴക്കടൽ ജീവികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുക. ഓർഫിഷ് മത്സ്യങ്ങളെ ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശാസ്ത്രീയമായ ആശയമാണ് ക്ലസ്റ്റർ ഇലൂഷൻ. മനുഷ്യരുടെ മനസ്സിന് ക്രമരഹിതമായ സംഭവങ്ങൾ പോലും ഒരു പാറ്റേൺ കണ്ടെത്തുവാനുള്ള പ്രവണതയുണ്ട്. അതായത് യാദൃശ്യമായി നടക്കുന്ന ചില സംഭവങ്ങളെ നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഭൂകമ്പത്തിന് മുമ്പ് ഓർഫിഷിനെ കണ്ടെന്ന് കരുതുക. ഈ ഒരു സംഭവം നമ്മൾ ഓർത്തിരിക്കും. എന്നാൽ ഓർഫിഷിനെ കണ്ടിട്ടും ഭൂകമ്പം ഉണ്ടാകാതിരുന്ന നൂറുകണക്കിന് സംഭവങ്ങളും ഓർഫിഷിനെ കാണാതെ ഭൂകമ്പങ്ങൾ ഉണ്ടായ ആയിരക്കണക്കിന് സംഭവങ്ങളും നമ്മൾ മറന്നുപോകും. ഇതൊരു തരം തെരഞ്ഞെടുപ്പിലെ പക്ഷപാതം ആണ്. ഓർഫിഷ് മാത്രം കണ്ട് ഒരു ദുരന്തം അടുത്തെത്തിയെന്ന് നിഗമനത്തിൽ എത്തുന്നത് ഈ ക്ലസ്റ്റർ ഇലൂഷന്റെ ഭാഗമായാണെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. ഓർഫിഷുകൾ രോഗം വന്നോ, പരിക്കേറ്റോ അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനുഭവിച്ചോ ആകാം ഉപരിതലത്തേക്ക് വരുന്നത്. ഇത് എല്ലായ്പ്പോഴും ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയെ കണക്കാക്കാനാകില്ല. അപ്പോൾ ഓർഫിഷുകൾ യഥാർത്ഥത്തിൽ ഒരു ദുരന്ത മത്സ്യമാണോ? ശാസ്ത്രീയമായി ഇതിന് ഇതുവരെ കൃത്യമായി തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിലും ആഴക്കടലിലെ രഹസ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവികളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഓർഫിഷ് നമ്മളെ സഹായിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നതിന് പകരം ശാസ്ത്രീയമായ അറിവുകൾ നേടുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ അത്ഭുതകരമായ ജീവിയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു രസകരമായ വിഷയമായി കാണാം. എല്ലാവർക്കും നന്ദി.